അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സൂറത്തുൽ ബഖറയിലെ 165 മുതലുള്ള ആയത്താണ് നമുക്ക് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാനുള്ളത്. നമ്മുടെ സമയം പോലെ അതിങ്ങനെ നീണ്ടുപോകും, ചിലപ്പോൾ ചുരുങ്ങിപ്പോകും. നമുക്ക് എവിടെ എത്തണോ അവിടെ നമുക്ക് നിർത്താം ഇൻഷാ അല്ലാഹ്. 165. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله ولو يرى الذين ظلموا إذ يرون العذاب أن القوة لله جميعا وأن الله شديد العذاب إذ تبرأ الذين اتبعوا من الذين اتبعوا ورأوا العذاب وتقطعت بهم الأسباب وقال الذين اتبعوا لو أن لنا قرة فنتبرأ منهم كما تبرأوا منا كذلك يريهم الله أعمالهم حسرات عليهم وما هم بخارجين من النار. ഇതാണ് നമ്മൾ ഇൻഷാഅല്ലാഹ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ സമയം പോലെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോ കഴിഞ്ഞ ആഴ്ച എടുത്ത ക്ലാസ്സിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചത് അള്ളാഹുവിന്റെ കാരുണ്യത്തെക്കുറിച്ചും അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന അനുഗ്രഹത്തെ സംബന്ധിച്ചും അത് നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രകൃതിയിലെ ചില തെളിവുകളും ദൃഷ്ടാന്തങ്ങളുമാണ്. കര, കടല്, അതുപോലെ തന്നെ ആകാശം, ഭൂമി, അവിടെ പടച്ചവൻ നൽകുന്ന കുറെ അനുഗ്രഹങ്ങളെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച വളരെ വിസ്താരമായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇനി പറയുന്നത് 165 മുതലുള്ള ആയത്തുകൾ. അവിടെ പറയുന്നത് ഈ പറയപ്പെട്ട തെളിവുകൾ ആളുകൾ കണ്ടിട്ടും അറിഞ്ഞിട്ടും അത് മനസ്സിലാക്കാൻ തയ്യാറാകാത്ത ഒരു കൂട്ടം മനുഷ്യരെ കുറിച്ചാണ് ആയത്ത് നമ്പർ 165 അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിപാദിക്കുന്നത്. ആ ആളുകൾ അള്ളാഹുവിന്റെ തൗഫീഖ് തടയപ്പെട്ട കുറച്ച് ആൾക്കാർ. കാരണം നമുക്കിപ്പോ പ്രകൃതിയിൽ ധാരാളം ദൃഷ്ടാന്തങ്ങൾ കാണുന്നുണ്ട്, ആളുകൾ തെളിവുകൾ കാണുന്നുണ്ട്. അള്ളാഹുവാണ് ആരാധ്യൻ, അവനാണ് സൃഷ്ടാവ് എന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറെ തെളിവുകൾ ഈ ഭൂമിയിൽ കാണുന്നുണ്ട്. പക്ഷെ ആ തെളിവുകൾ ജീവിതത്തിൽ ഉപയോഗപ്പെടണമെങ്കിൽ, അത് മനസ്സിലാക്കി തൻ്റെ ജീവിതത്തെ നന്നാക്കി എടുക്കണമെങ്കിൽ അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടാകണം. അള്ളാഹുവിന്റെ തൗഫീഖ് കിട്ടാത്തവർക്ക് വേറെ എന്തൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും സത്യം ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ അള്ളാഹുവിന്റെ തൗഫീഖ് നഷ്ടപ്പെട്ട കുറച്ച് ആളുകളെ സംബന്ധിച്ചാണ് ഈ 165 ആയത്ത് മുതൽ അള്ളാഹു ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്നത്. അവിടെ എന്താ പറയുന്നത്? വമിനൻ നാസ് മയത്തഖിദു മിൻ ദൂനില്ലാഹി അൻജാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. വമിനൻ നാസ്, മനുഷ്യരിലുണ്ട്, ഒരു കൂട്ടം ആളുകൾ, യത്തഖിദു, അവർ സ്വീകരിക്കുന്നു, മിൻ ദൂനില്ലാഹി അൻജാദൻ, മിൻ ദൂനില്ലാഹ്, അള്ളാഹുവിന് പുറമെ, അള്ളാഹുവിനെ കൂടാതെ, അന്താദൻ, ചില സമന്മാരെ, യുഹിബ്ബൂനഹും, അവർ അവരെ സ്നേഹിക്കും, കഹുബ്ബില്ല, അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ, വല്ലദീന ആമനു, എന്നാൽ സത്യവിശ്വാസികളാകട്ടെ, അശദ്ദു ഹുബ്ബൻ, ഏറ്റവും കൂടുതൽ സ്നേഹത്തിൽ ശക്തരാണ്, ലില്ലാഹി, അള്ളാഹുവിനോട്. അവിടെ നിൽക്കട്ടെ. അപ്പോ വമിൻ നമുക്കറിയാം, പിന്നെ ഉള്ളിൽ എന്നർത്ഥം. വമിന, മനുഷ്യരിലുണ്ട്, മൻ യത്തഖിദു, സ്വീകരിക്കുന്ന കുറച്ച് ആളുകൾ. അവരുടെ സ്വഭാവം എന്താ? അവരെന്താണ് സ്വീകരിക്കുന്നത്? മിൻ ദൂനില്ലാഹി, അള്ളാഹുവിന് പുറമെ, അന്താദിനെ സ്വീകരിക്കുന്ന ആളുകളാണ്. ഈ സമന്മാരെ, പകരക്കാരെ സ്വീകരിക്കുന്ന ആളുകളാണ്. ഇവിടെ നമുക്കറിയാം, വിശ്വാസികൾ പൊതുവെ വളരെ കുറവാണെന്നാണ്.
വിശുദ്ധ ഖുർആനൊക്കെ നമ്മളൊന്ന് ഒരു ആവർത്തി വായിച്ചു നോക്കുമ്പോൾ ഈ അധികം ആളുകളും അള്ളാഹുവിന് നന്ദി കാണിക്കാത്തവരാണ്, അധികം ആളുകളും വിശ്വസിക്കാത്തവരാണ്, അധികം ആളുകളും കുഫറിന്റെ ആൾക്കാരാണെന്നൊക്കെ ഖുർആനിൽ പല സ്ഥലത്തും കാണുവാൻ സാധിക്കും. അപ്പോ അത്തരം ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ ധാരാളക്കണക്കിനുണ്ട് എന്നാണ്. ഇപ്പൊ ഖുർആനിൽ കാണാം, സൂറത്തുൽ ബഖറയിൽ തന്നെ 100-ാമത്തെ ആയത്തിൽ വൽ അക്സറുഹും ലാ യുമിനൂൻ, അവരിൽ അധികം ആളുകളും വിശ്വസിക്കുന്നില്ല. അവിടെ പറഞ്ഞ വാക്ക് അക്സറാണ്, അധികം ആളുകളും ലാ യുമിനൂൻ, അവർ വിശ്വാസികളെല്ലാം അവർ വിശ്വസിക്കുന്നില്ല. അൻആമിലെ 37-ാമത്തെ ആയത്തിൽ വലാകിന്ന അക്സറുഹും ലാ യഅലമൂൻ, അവരിൽ അധികം ആളുകളും പക്ഷേ ലാ യഅലമൂൻ, അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അവിടെയും അധികം ആളുകൾ അറിവില്ലാത്തവരാണ്. ആദ്യം പറഞ്ഞ ആയത്തിൽ അധികം ആളുകളും വിശ്വസിക്കാത്തവരാണ്. അൻആമിലെ 111-ാമത്തെ ആയത്തിൽ വലാകിൻ അക്സറുഹും യജ്ഹലൂൻ, പക്ഷേ എന്നാൽ അവരിൽ അധികം ആളുകളും യജ്ഹലൂൻ, വിവരമില്ലാത്ത ജാഹിലുകളാണ്. സൂറത്ത് യൂനുസില് 60-ാമത്തെ ആയത്തിൽ വലാകിന്ന അക്സറുഹും ലാ യഷ്കുറൂൻ, എന്നാൽ അവരിൽ അധികം ആളുകളും ലാ യഷ്കുറൂൻ, അള്ളാഹുവിനോട് നന്ദി കാണിക്കാത്തവരാണ്. സൂറത്ത് യൂസുഫിൽ 106-ാമത്തെ ആയത്ത് വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി, അവരിൽ അധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല. ഇല്ലാ വഹും മുശ്രികൂൻ, അവർ ഷിർക്ക് ചെയ്തുകൊണ്ടവരല്ലാതെ, ഷിർക്ക് കലർന്നുകൊണ്ടുള്ള വിശ്വാസം, അങ്ങനെയാണ് അധികം ആളുകളും അള്ളാഹു വിശ്വസിക്കുന്നത്. അപ്പോൾ ഖുർആനൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അധികം ആളുകളും നന്ദികേട് കാണിക്കുന്നവരാണ്, അധികം ആളുകളും വിശ്വസിക്കാത്തവരാണ്, അധികം ആളുകളും നരകത്തിൽ പോകുന്ന ആൾക്കാരാണെന്ന് ഖുർആനിൽ പല സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് അതിനകത്ത് പറഞ്ഞല്ലോ, പ്രകൃതിയിൽ കണ്ടമാന ദൃഷ്ടാന്തങ്ങളുണ്ട്, നമ്മളിൽ തന്നെ ധാരാളം തെളിവുകളുണ്ട് അള്ളാഹുവാണ് സാക്ഷാൽ ആരാധ്യൻ എന്നതിന്. സൂറത്ത് ദാരിയാത്തിലെ 20-21 രണ്ടായത്തുകൾ വഫിൽ അർളി ആയാത്തുൻ ലിൽ മൂഖിനീൻ, വഫിൽ അർളി ഭൂമിയിലുണ്ട്, ആയാത്ത് ദൃഷ്ടാന്തങ്ങളുണ്ട്, ലിൽ മൂഖിനീൻ ദൃഢവിശ്വാസമുള്ളവർക്ക് ഭൂമിയിൽ തന്നെ ദൃഷ്ടാന്തങ്ങളുണ്ട്, വഫി അൻഫുസിക്കും നിങ്ങളിൽ തന്നെയുണ്ട് ദൃഷ്ടാന്തങ്ങൾ, അഫലാ തുബ്സിറൂൻ നിങ്ങൾ കാര്യങ്ങൾ കാണുന്നില്ലേ. സൂറത്തു ദാരിയാത്തിലെ 20-21 ആയത്താണ്. അപ്പൊ പറഞ്ഞു വരുന്നത് അധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് ശിർക്ക് ചെയ്തുകൊണ്ടാണ്, അള്ളാഹുവിൽ പങ്ക് ചേർക്കുന്നവരായിക്കൊണ്ടാണ്. അന്താദ് എന്ന വാക്കിനർത്ഥം സമനാക്കുക, സമൻ, തുല്യൻ, ഈക്വൽസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന്റെ അർത്ഥം. നിദ് എന്നതിന്റെ ബഹുവചനമാണ് അന്താദ്, നിദ് ഏകവചനമാണ്, അന്താദ് ബഹുവചനമാണ്. ഇതേ സൂറത്തിൽ തന്നെ 22-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുന്നുണ്ട് അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശൻ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ്സമാഇ മാഅൻ ഫഖറജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും ഫലാ തജ്അലൂ ലില്ലാഹി അന്താദ. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശ, അവൻ എങ്ങനെയുള്ളവനാണ്? നിങ്ങൾക്ക് ഭൂമിയെ വിരിപ്പാക്കി തന്നു, വസ്സമാഅ ബിനാഅ ആകാശത്തെ എടുപ്പാക്കി തന്നു, വഅൻസല മിനസ്സമാഇ മാഅ അവർ തന്നെ ആകാശത്തു നിന്ന് നിങ്ങൾക്ക് മഴ ഇറക്കി തന്നു, ഫഅഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും അത് മുഖേന നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണം ഉൽപ്പാദിപ്പിച്ചു നൽകുന്നു, ഫലാ തജ്അലൂ അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല, ലില്ലാഹി അള്ളാഹുവിന് അന്താദ, ഇവിടെ പറഞ്ഞ വാക്കാണ് അന്താദ, സമന്മാരുണ്ടാക്കാൻ പാടില്ല. ഇതൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്ന കാര്യമാണ്, എന്നിട്ടും നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കാൻ പാടില്ല. സൂറത്ത് സുമറിൽ ഈ വാക്ക് നമുക്ക് കാണാൻ സാധിക്കും. വൈദാ മസൽ ഇൻസാൻ ളുർറുൻ, മനുഷ്യനിക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ളുർറ് ബാധിച്ചാൽ, ദഅ റബ്ബഹു അവൻ തന്റെ റബ്ബിനോട് പ്രാർത്ഥിക്കും, മുനീബൻ ഇലൈഹി അവനിലേക്ക് മടങ്ങിക്കൊണ്ട് അവനോട് പ്രാർത്ഥിക്കും, സുമ്മ ഇദാ ഖവ്വലഹു നിഅമത മിന്നു പിന്നീട് അവനിക്ക് ആ ളുർറ് മാറ്റിയിട്ട് നിഅമത്ത് പകരമാക്കി കൊടുത്താലോ, നസിയമാക്കാൻ യദ്ഉ ഇലൈഹി മിൻ ഖബൽ, അതിനു മുമ്പ് അള്ളാഹുവിനോട് ളുർറുണ്ടായപ്പോൾ പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥനകളെല്ലാം മറന്ന് അവൻ പ്രാർത്ഥിക്കാത്തവനെ പോലെ ആയിത്തീരും. വജഅല ലില്ലാഹി അള്ളാഹുവിന് ഉണ്ടാക്കുന്നു അന്താദ പങ്കുകാരെ, സമന്മാരെ, തുല്യന്മാരെ അവൻ ഉണ്ടാക്കുന്നു. അപ്പോ ഇതാ അവിടുത്തെ വിഷയം, അള്ളാഹുവിന് സമന്മാരെ, പങ്കുകാരെ ഉണ്ടാക്കുന്ന ആളുകൾ ഈ ലോകത്ത് കണ്ടമാനമുണ്ടെന്നാണ് പറയുന്നത്.
ഇങ്ങനെ ഈ പങ്കുകാരുണ്ടാക്കാനുള്ള കാരണം എന്താ? അതാ തൊട്ട് താഴെ പറയുന്നത്. യുഹിബ്ബൂനഹും കഹുബ്ബില്ല. അവർ ആ പങ്കുകാരെ സ്നേഹിക്കുന്നു കഹുബ്ബില്ല. അള്ളാഹുവിനോടൊപ്പം മറ്റുള്ളവരെ ആരാധ്യന്മാരാക്കാനുള്ള, സമന്മാരാക്കാനുള്ള കാരണം അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ അവർ മറ്റുള്ളവരെയും ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇവർ അള്ളാഹുവിൽ പങ്ക് ചേർക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കിയേ, വളരെ സംഘഘടകരമായ ഒരു വിഷയമാണത്. അള്ളാഹുവിനേക്കാൾ കൂടുതലായിട്ട് ആരാധ്യന്മാരെ സ്നേഹിക്കുന്ന ആളുകൾ. നമുക്കറിയാം, അള്ളാഹിനെ കുറിച്ച് പറഞ്ഞാലൊന്നും ചില ആളുകൾക്ക് പേടി ഉണ്ടാവുകയില്ല. അള്ളാഹിനെ കുറിച്ച് അള്ളാഹു ഇപ്പൊ ഗഫൂറാണ്, അവൻ റഹീമാണ്, റഹ്മാനാണ്, വദൂദാണ്, അവന് എല്ലാ അനുഗ്രഹങ്ങളും തരുന്നവനാണ്, പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നവനാണ്. അവിടെ എത്ര തെറ്റ് ചെയ്താലും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരും. അപ്പൊ അത്രയൊക്കെ അള്ളാഹുവിന് ഭയപ്പെട്ടാൽ മതി. എന്നാൽ അള്ളാഹു അല്ലാത്തവരെ കുറിച്ച് പറയുമ്പോഴോ പല ആളുകൾക്കും പേടിയാണ്. ഇപ്പൊ അള്ളാഹിനെ പിടിച്ച് സത്യം ചെയ്യാൻ പലർക്കും പേടിയാണ്. വല്ലാഹി 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 ഒരു പേടിയില്ല. പക്ഷെ അല്ലാത്തവരെ കുറിച്ച് സത്യം ചെയ്യാൻ വേണ്ടി സത്യം ചെയ്യുമ്പോഴോ മൊയ്തീൻ ഷേഖിനെ പിടിച്ചിട്ടോ, കാഞ്ഞമനറ്റ് മൗലിയെ പിടിച്ചിട്ടോ, അല്ലെങ്കിൽ മമ്പുറം, അജ്മീർ, നാഗൂർ അങ്ങനെയുള്ള കബറുകളിൽ കിടക്കുന്ന ആളുകളെ പിടിച്ചിട്ടൊക്കെ സത്യം ചെയ്യാൻ വേണ്ടി സത്യം ചെയ്യുമ്പോൾ ഭയങ്കര പേടിയാണ്. അവരെ കുറിച്ച് സത്യം ചെയ്യാൻ പാടില്ല. കാരണം എന്താ? അവരോട് ഭയങ്കര ഇഷ്ടമാണ്, അവരെയാണ് പേടിക്കുന്നത്. കബറിൽ തൊട്ട് സത്യം ചെയ്യാൻ പല ആളുകൾക്കും പേടിയാണ്. എന്തുകൊണ്ടാണത്? ആ കബറിൽ കിടക്കുന്ന ആളിന്റെ കുരുത്തക്കേട് തനിക്ക് കിട്ടോ എന്നുള്ള ഭയമാണത്. പക്ഷെ അള്ളാഹുവിനെ പിടിച്ച് സത്യം ചെയ്യുമ്പോഴോ അതൊക്കെ വളരെ നിസ്സാരമാണ്. അള്ളാഹു പല ആളുകൾക്കും ഒരു നിസ്സാരമായ അള്ളാഹുവായിട്ടാണ് പല ആളുകളും അള്ളാഹുവിനെ കാണുന്നത്. ഇപ്പൊ നമുക്കറിയാം, പള്ളിയെക്കാളൊക്കെ മഹത്വം നൽകാറുണ്ട് ചില ആളുകൾ ഈ കബറിടങ്ങൾക്ക്. പള്ളി ഇസ്ലാമിന്റെ ഒരു ഷിആറിൽപ്പെട്ടതാണ്. പള്ളി, ബാങ്ക് ഇതൊക്കെ ഇസ്ലാമിന്റെ അടയാളങ്ങളാണ്. പള്ളിയിൽ പിന്നെ അക്രമം കാണിക്കാനും ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കാനൊന്നും ആളുകൾക്ക് ഒരു പേടിയോ ലജ്ജയോ ഭയമൊന്നും ഉണ്ടാവുകയില്ല. പക്ഷെ ജാറവും പൂജയും നേർച്ചയും നടക്കുന്ന സ്ഥലങ്ങൾ പള്ളിയേക്കാളൊക്കെ മഹത്വം കൽപ്പിക്കുന്ന ആൾക്കാരാണ്. പള്ളിയേക്കാളൊക്കെ ശ്രേഷ്ഠത കൽപ്പിക്കുന്ന ആൾക്കാരാണ് ഈ ജാറത്ത് പൂജ, അത്തരം സ്ഥലങ്ങളിൽ മറമാടപ്പെട്ട ആളുകൾ കിടക്കുന്ന സ്ഥലങ്ങളോടുള്ള സ്നേഹവും ആദരവും ഭയഭക്തിയും. അത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. വളരെ പിന്നെ ലജ്ജാകരമാണ്, സംഘഘടകരമായ ഒരു കാര്യമാണ്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിച്ച് ഷേഖന്മാരെയും മൗലാക്കന്മാരെയും മൺമറഞ്ഞു പോയ മറ്റു മഹാത്മാക്കളെയും നമ്മളവരെ സ്നേഹിക്കേണ്ട എന്ന അർത്ഥത്തിലല്ല. മറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹം നമ്മൾ കാണിക്കേണ്ടത് അള്ളാഹുവിനോടായിരിക്കണം. അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടിച്ചത്, അള്ളാഹുവാണ് നമ്മളെ പരിപാലിക്കുന്നത്, അള്ളാഹുവാണ് നമ്മളെ മരിപ്പിക്കുന്നത്, അള്ളാഹുവാണ് നമ്മളെ രണ്ടാമതൊരു ജന്മം നൽകി അനുഗ്രഹിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പിന്നെ നമ്മൾ ചില ആളുകൾ അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ വിളിച്ചൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവര് ഈ ലോകത്ത് ജീവിച്ച ആൾക്കാരാണ്, ജനിച്ച ആൾക്കാരാണ്, ജീവിച്ച ആൾക്കാരാണ്. ഈ മഹത്വക്കളായ നമ്മളിങ്ങനെ ചില ആളുകൾ വിശ്വസിക്കുന്ന മഹാത്മാക്കളുണ്ടല്ലോ, കബറിൽ കിടക്കുന്ന ആളുകൾ, അവരുണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പ്രപഞ്ചമുണ്ട്. ആ സമയത്ത് ആരാണ് ലോകത്തെ നിയന്ത്രിച്ചത്? അവരെല്ലാവരും മരണപ്പെട്ടതിന് ശേഷവും ഇവിടെ ഈ പ്രപഞ്ചമുണ്ട്. ഈ പ്രപഞ്ചത്തെ ആരാണ് ഇപ്പൊ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മള് പിന്നെ ഇവിടെ പറയുന്നുണ്ടല്ലോ, അള്ളാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അള്ളാഹു ലാ ഇലാഹ, ഒരു ഇലാഹും ഇല്ല, ഇല്ലാഹുവ അവനല്ലാതെ, അൽ ഹയ്യാണ്, അൽ ഖയ്യൂമാണ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനാണ്. ഇത് അള്ളാഹ്ക്ക് മാത്രമുള്ള സിഫത്താണ് ഹയ്യ് ഖയ്യൂം എന്ന് പറയുന്നത്. ബാക്കി എല്ലാവരും ഇല്ലാത്തവരായിരുന്നു, ഭൂമിയിൽ വന്നവരായിരുന്നു, ശേഷം മരണപ്പെട്ടു പോകുന്നവരാണ്. എന്നാലും ഈ ലോകം ഇവിടെ തന്നെ ഉണ്ടാവും. ഖുൽ ഹുവല്ലാഹു വാഹിദ്, പറയുക, കാര്യം ഇതാണ്, അള്ളാഹു വാഹിദ്, അള്ളാഹു ഏകനാണ്. ലം യലിദ് വലം യൂലദ്, അവനാരും ജനിപ്പിച്ചിട്ടില്ല, അവനാരുടെയും പിതാവുമല്ല, ഒരാളുടെയും പുത്രനുമല്ല, ഒരാളുടെ പിതാവുമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവന് സമമൊത്ത ഒരാളും തന്നെ ഇവിടെ ഇല്ലേ താൻ. അപ്പോൾ അള്ളാഹുവാണ് നമ്മളെ സൃഷ്ടാവ്, അള്ളാഹുവാണ് നമ്മളെ പരിപാലിക്കുന്നവൻ, അള്ളാഹുവാണ് സാക്ഷാൽ ആരാധ്യൻ. ഈ വചനങ്ങൾ, സത്യത്തിൽ ഈ വചനങ്ങൾ ഒന്നാമതായി ഇത് ഫേസ് ചെയ്യുന്നത് അറബികളായ
മുശ്രിക്കുകളോടാണല്ലോ. ഖുർആനിലെ എല്ലാ വചനങ്ങളും ഫസ്റ്റ് ഫേസ് ചെയ്യുന്നത് അറബികളായ മുശ്രിക്കുകളാണ്. അവർക്ക് ധാരാളക്കണക്കിന് ദൈവങ്ങൾ ഉണ്ടായിരുന്നു. കല്ല്, മരങ്ങള്, നക്ഷത്രങ്ങള്, ഗ്രഹങ്ങള്, മലക്കുകള്, പിശാചുക്കള് മുതലായവ എല്ലാം ഇവരുടെ ദൈവങ്ങളായിരുന്നു. ഈ ദൈവങ്ങൾക്ക്, ഈ സൃഷ്ടജാല വസ്തുക്കൾക്ക് മഹത്വം കൽപ്പിച്ചിരുന്ന അവര് ഈ പറയപ്പെട്ട സാധനത്തിനൊക്കെയും അവർ ആരാധിച്ചിരുന്നു, അവരെ സ്നേഹിക്കുകയും ചെയ്തിരുന്നു. ഇമാം ബൈദാവി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അള്ളാഹുവിൽ നിന്ന് ശ്രദ്ധ വിടുത്തിക്കളയുന്ന എല്ലാ വസ്തുക്കളും സമന്മാരിൽപ്പെട്ടതാണ്. ആ മലക്കോ, ആ ജിന്നോ, പിശാചുക്കളോ എന്ന് മാത്രമല്ല, അള്ളാഹുവിൽ നിന്നുള്ള മനുഷ്യരെ ശ്രദ്ധ മാറ്റുന്ന സർവ്വ വസ്തുക്കളും ഈ പറയപ്പെട്ട സമന്മാരിൽപ്പെട്ടതാണ്. ഇമാം സയ്യിദ് ഖുതുബ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത്, ആളുകൾ, വസ്തുക്കൾ, ചിഹ്നങ്ങൾ, പ്രതിമകൾ സ്ഥലകാലങ്ങൾക്കനുസരിച്ച് സമന്മാരുടെ സ്വഭാവത്തിലും പല മാറ്റങ്ങളുണ്ടാകും. ചില കാലഘട്ടത്ത് ചില സ്ഥലങ്ങൾക്കായിരിക്കും പ്രത്യേകത. എന്നിട്ട് ആ സ്ഥലത്തിന് പുണ്യം കൽപ്പിച്ച് അതിനെ സ്നേഹിച്ച് അതിനെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട്. ചില കാലഘട്ടങ്ങളിൽ സ്ഥലമായിരിക്കില്ല, ചില ആളുകൾക്കായിരിക്കും പ്രത്യേകത. എന്നിട്ട് അവർക്ക് പുണ്യം കൽപ്പിച്ച് അവരെ സ്നേഹിച്ച് അങ്ങനെ ആരാധന വഴി കവിഞ്ഞ് അവരെ ആരാധിക്കുന്ന ആൾക്കാരുണ്ട്. ഇന്നത്തെ അവസ്ഥ അതൊക്കെ മാറിയിട്ട് അള്ളാഹുവിന് പുറമെ ആരാധനയിൽ അള്ളാഹുവിന് പുറമെ മറ്റുള്ളവർ ആരാധിക്കാമെന്നൊരു സംസ്കാരം നമ്മുടെ നാട്ടില് ഇന്ന് സർവ്വസാധാരണ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയും അതിന് മുമ്പത്തെ ആഴ്ചയൊക്കെ നമ്മുടെ നാട്ടിൽ നടന്ന ചില പൂരങ്ങള്, നേർച്ചകള്, അവിടെ ആന വിരണ്ടോടിയതും ആളുകൾ മരണപ്പെട്ടു പോയതും ഒക്കെ അത് കേവലം നിസ്സാരമായ കാര്യമല്ല. അള്ളാഹുവിനേക്കാളൊക്കെ വളരെ സ്നേഹവും ഭക്തി ആദരവും മറ്റുള്ളവർക്ക് കൊടുത്തതിന്റെ പേരിൽ നടത്തപ്പെടുന്ന ആ നേർച്ച ജാറങ്ങളിൽ പോയി ആളുകൾ കാട്ടിക്കൂട്ടുന്ന ഈ ഒരു ദയനീയാവസ്ഥ കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ ആയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ജിന്നിലെ 18-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുന്നു, ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, ഫലാ തദ്ഉ നിങ്ങൾ ആരാധിക്കാൻ പാടില്ല, മഅല്ലാഹി അള്ളാഹുവിന്റെ കൂടെ, അഹദ ഒരാളെയും നിങ്ങൾ പങ്കു ചേർത്ത് ആരാധിക്കാൻ പാടില്ല. സൂറത്ത് സുമറിൽ 36-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുന്നത് ഇങ്ങനെയാണ്, അലൈസ അല്ലാഹു ബികാഫിൻ അബദ, അലൈസ അള്ളാഹു മതിയായവനല്ലേ, ബികാഫിൻ അബദ അവന്റെ അടിമക്ക് അള്ളാഹു മതിയായവനല്ല. അങ്ങനെ കുറെ ചോദ്യങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. ഈ മക്കാ മുശ്രിക്കുകളും അതേപോലെ തന്നെ ഇന്നത്തെ ആളുകളും ഒക്കെ അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ സ്നേഹിച്ച് അവർക്ക് നേർച്ചകളും അവർക്ക് വഴിപാടുകളും അവർക്ക് ആരാധനകളും ഒക്കെ കൽപ്പിക്കുന്നത് പിന്നെ ഇവരാണ് ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ എന്ന വിശ്വാസം അവർക്കില്ല. ഇപ്പൊ മക്കാ മുശ്രിക്കോട് ചോദിക്കുക, അന്നത്തെ കാലത്ത് ഖുർആൻ ചോദ്യമുണ്ട്, ആരാണ് ഭൂമിയെ സൃഷ്ടിച്ചത്? അവർ പറയും അള്ളാഹു ആണെന്ന് പറയും. ആരാണ് നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത്? അള്ളാഹു ആണെന്ന് പറയും. നിങ്ങൾക്ക് ആരാണ് മഴ നൽകുന്നത്? അള്ളാഹു ആണെന്ന് പറയും. എല്ലാത്തിനെ കുറിച്ച് ചോദിച്ചാലും അള്ളാഹു ആണെന്ന് പറയുക തന്നെ ചെയ്യും. പക്ഷേ പിന്നെ പ്രശ്നം എന്താണ്? വല്ലതിനെ തഹദോ മിന്ദൂനി ഔലിയ, അള്ളാഹുവിന് പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ച ആളുകൾ ഒരു പറയുന്ന വാക്ക്, അവരുടെ വാദം എന്താണ്? ഈ രക്ഷാധികാരികളാണ് ഈ ഭൂമിയെ പടച്ചതെന്ന വിശ്വാസം അവർക്കില്ല. അവർ പറയില്ല. മറിച്ച് പിന്നെ എന്തുകൊണ്ട് അള്ളാഹുവിനെ വിട്ടിട്ട് നിങ്ങൾ അവരോട് പ്രാർത്ഥിക്കുന്നു എന്ന് ചോദിച്ചാൽ അവർ പറയുന്നു, മാ നഅ്ബുദുഹും ഇല്ലാ യുഖർരിബൂന ഇലല്ലാഹി സുൽഫ, ഞങ്ങൾ അവരെ ആരാധിക്കുന്നു, അള്ളാഹുവിനെ വിട്ടിട്ട് മറ്റുള്ളവരെ ദൈവമാക്കി ആരാധിക്കാനുള്ള കാരണം അവർ ദുനിയാവ് പടച്ചു എന്ന അർത്ഥത്തിലല്ല. ആ വിശ്വാസം ഞങ്ങൾക്കില്ല. മറിച്ച് മാ നഅ്ബുദുഹും നാം അവരെ ആരാധിക്കുന്നില്ല ഇല്ല ലിയുഖർരിബൂ ഇലല്ലാഹി സുൽഫ, അള്ളാഹുലേക്ക് ഒരു സാമീപ്യം കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ ഇവരോട് പറഞ്ഞാൽ ഇവർ അള്ളാഹുവിനോട് പറയും. അപ്പൊ റെക്കമെൻഡേഷൻ എന്ന നിലക്കാണ് ഞങ്ങൾ ഇവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഖബറിന്റെ അടുത്ത് പോയിട്ട് ഖബറിൽ കിടക്കുന്നതിനടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അത് കേട്ടിട്ട് എന്ത് ചെയ്യും? അത് കേട്ടിട്ട് അള്ളാഹുവിനോട് പറയും. അപ്പൊ അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് എന്നാണ് ഇത്തരം ആൾക്കാരുടെ വാദം. സൂറത്ത് സുമറിൽ ആയത്താണ്. സൂറത്ത് യൂനുസിൽ 18-ാമത്തെ ആയത്തിൽ അന്ന് പറയുന്നത്, വയഖൂലൂന ഹൗലാഇ ശുഫാഉന ഇൻദല്ലാഹ്, അവർ പറയുന്നു ഞങ്ങൾ അള്ളാഹുവിന് പുറമെ ഇവരൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശുഫാഉന ഇൻദല്ലാഹ്, ഇവരെല്ലാം അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്ക് പരലോകത്ത് ചെല്ലുമ്പോൾ ശുപാർശ, റെക്കമെൻഡേഷൻ ചെയ്യും എന്ന വിശ്വാസം കൊണ്ടാണെന്നാണ് ഇവരുടെ വാദം. അപ്പൊ ചുരുക്കി പറഞ്ഞാല്
അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ അള്ളാഹുവിനേക്കാളൊക്കെ കൂടുതൽ സ്നേഹിക്കാനുള്ള കാരണം ഇവരൊക്കെ അള്ളാഹുലേക്ക് ഉള്ള സാമീപ്യം നടത്തി തരുന്നവരാണ്. അള്ളാഹുവിനെ പോലെ തന്നെ കഴിവും ശക്തിയും പ്രാപ്തിയും ഒക്കെ ഉള്ളവരാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ ഇവരോട് ചോദിച്ചാലും ഫലം ഒന്ന് തന്നെയാണെന്നുള്ള ഏറ്റവും വലിയ പച്ച ഷിർക്കാണ് ഇത്തരം ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിനി അടുത്ത ആയത്തിലേക്ക് പോകുമ്പോൾ ഒന്നും കൂടി കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ശരി, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. എന്നാൽ ഇവരിൽ നിന്ന് നേരെ വ്യത്യസ്തമായിട്ട് സത്യവിശ്വാസികൾ അവരാരാണ്? അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹുവിനോട് അങ്ങേയറ്റം സ്നേഹമുള്ളവരാണ്. ഇവരെ പോലെയല്ല. അവരെല്ലാം സമർപ്പിക്കുന്നതും എല്ലാം പറയുന്നതും എല്ലാം തവക്കുലാക്കുന്നതും ഇവരെ പോലെയല്ല. അള്ളാഹു കഴിഞ്ഞിട്ടേ ബാക്കി എല്ലാം ഉള്ളൂ. അള്ളാഹു ആണ് ഇവർക്ക് ഏറ്റവും വലുത്. ഏറ്റവും കൂടുതലായി സ്നേഹിക്കുന്നതും ഇവർ അള്ളാഹുവിനെ തന്നെയായിരിക്കും. പിന്നെ എന്താണ് സംഭവിക്കുന്നത്? വലൗ യറല്ലദീന ളലമു ഇദ് യറൗനൽ അദാബ. വലൗ യറല്ലദീന ളലമു, ഈ അക്രമം കാണിച്ച ആളുകൾ കാണുകയാണ്, നേരിട്ട് കാണുകയാണെങ്കിൽ, ഇത് യറൗനൽ അദാബ, എന്തു നേരിട്ട് കാണുകയാണെങ്കിൽ? അദാബിനെ, ശിക്ഷയെ. അപ്പൊ ഇവരൊക്കെ നാളെ മരണപ്പെട്ട് പരലോകത്ത് ചെല്ലുന്ന സന്ദർഭത്തില് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ഈ ശിക്ഷ, പരലോകത്ത് നരകം കാണുന്ന സന്ദർഭത്തിൽ ഓരെന്താ പറയുന്നത്? ഓര് പറയുന്നത് അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅൻ, എല്ലാ കഴിവും അള്ളാഹുവിനാകുന്നു എന്ന് അവർക്ക് അവിടെ വെച്ച് ബോധ്യപ്പെടുകയും ചെയ്യും. അന്നല്ലാഹ ശദീദുൽ അദാബ്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്നും കണ്ടറിഞ്ഞിരുന്നുവെങ്കിൽ, അവ വരാൻ പോകുന്ന സംഭവമാണ്, വരിക തന്നെ ചെയ്യും. ഈ വിളിച്ചു പ്രാർത്ഥിച്ച ആളുകൾ നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷ എന്താണ് എന്ന്, അതിന്റെ ഭയാനകതയെ സംബന്ധിച്ച് ആലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അവര് ഈ ഒരു പരിപാടിയിൽ ഒരിക്കലും ഏർപ്പെടുമായിരുന്നില്ല. അവരെന്താണ് യഥാർത്ഥത്തിൽ അവിടെ ചെല്ലുമ്പോൾ കാണുന്നത്? ഖുർആൻ പറയുന്നു, യൗമ യുസ്ഹബൂന ഫിന്നാരി അലാ വുജൂഹിഹിം ദൂഖു മസ്സ സഖർ. യൗമ, ദിവസം. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? യുസ്ഹബൂന ഫിന്നാരി അലാ വുജൂഹിഹിം, മുഖം നിലത്തു കുത്തിയ നിലയിൽ അവർ നരകാഗ്നിയിലൂടെ വലിച്ചിഴക്കപ്പെടുന്ന സമയം. എന്നിട്ട് പറയും ദൂഖു മസ്ത സഖർ, അവരോട് പറയും നിങ്ങൾ സഖറിന്റെ, നരകത്തിന്റെ സ്പർശനം അനുഭവിച്ചു കൊള്ളൂ എന്ന് പരലോകത്ത് അവരോട് പറയപ്പെടും. ആ ഒരു സംഭവം ഇവര് അറിഞ്ഞിരുന്നുവെങ്കിൽ. മാത്രമല്ല, നരകത്തിന് റബ്ബ് സുബ്ഹാനഹു വ തആല കഴിവ് നൽകിയിട്ടുണ്ട്. എങ്ങനത്തെ കഴിവ്? കാണാനും സംസാരിക്കാനും ആവരാതി പറയാനും ക്ഷോഭിക്കാനും അട്ടഹസിക്കാനും ഒക്കെ കഴിവ് അള്ളാഹു നരകത്തിന് കൊടുത്തിട്ടുണ്ട്. നരകവും മനുഷ്യനെ പോലെ തന്നെ അള്ളാഹുവിന്റെ ഒരു സൃഷ്ടി തന്നെയാണ്. ആ സമയത്ത് ഇവർ കാണുന്ന സമയത്ത് നരകം പറയുന്നൊരു വർത്തമാനം ഖുർആനിൽ കാണാം നമുക്ക്. ഇത് ദൂരെ സ്ഥലത്ത് നിന്ന് തന്നെ നരകം അവരെ കാണുമ്പോൾ ക്ഷോഭിച്ചിളകുന്നതും ഇരുമ്പുന്നതും അവർക്ക് കേൾക്കാവുന്നതാണ്. അപ്പൊ ഇത്തരം അള്ളാഹുവിൽ പങ്കുചേർത്ത ആളുകൾ, ഏറ്റവും വലിയ ദുൽമായ ഇന്ന ശിർക ലദുൽമുൻ അലീം എന്ന് ഖുർആൻ പറഞ്ഞു, സൂറത്തുൽ ലുഖ്മാന്റെ 13-ാമത്തെ ആയത്ത്. തീർച്ചയായിട്ടും ഷിർക്ക് ലദുൽമുൻ അലീം, വമ്പിച്ച അക്രമമാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വല്ലാലിമൂന മാ ലഹും മിൻ വലിയ്യിൻ വലാ നസീർ, സൂറത്തുൽ ശൂറയിൽ 8-ാമത്തെ ആയത്ത്. വല്ലാലിമുൻ, അക്രമകാരികൾക്ക്, മാലഹും അവർക്കുണ്ടായിരിക്കുകയില്ല, മിൻ വലിയ്യിൻ വലാ നസീർ, ഒരു രക്ഷാധികാരിയോ ഒരു സഹായിയോ നാളെ പരലോകത്തുണ്ടായിരിക്കുകയില്ല. അങ്ങനെയുള്ള ആ ശിക്ഷ അവർക്ക് നേർക്ക് നേരെ അവർ നാളെ പരലോകത്ത് വെച്ച് കണ്ടറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തീർച്ചയായിട്ടും അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ മറ്റൊരു സൃഷ്ടിയെയും സ്നേഹിക്കുമായിരുന്നില്ല. ആ കാര്യം നമുക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. ഇത് 166-ാമത്തെ ആയത്ത്. ഇത് തബറഅല്ലദീന തബഉ മിനല്ലദീന തബഉ വറഉൽ അദാബ വതഖത്തഅതു ബിഹിമുൽ അസ്ബാബ്. ഇത് ആ ഒരു ഇവിടെ ഇതെന്ന് പറയുന്ന സന്ദർഭമാണ് കേട്ടോ. ഇത് തബറഅ, ഒഴിഞ്ഞു മാറുമ്പോൾ. ആര്? ഇത് തബറഅ, ഒഴിഞ്ഞു മാറുമ്പോൾ. അല്ലദീന, ഒരു കൂട്ടം ആളുകൾ. അവരാരാണ്?
അവരാരായിരുന്നു? അവര് ഈ പിൻപറ്റപ്പെട്ടവർ ആരെയാണോ പിൻപറ്റിയത്, അങ്ങനെ പിൻപറ്റിയവരും ഈ പിൻപറ്റപ്പെട്ടവരും പരസ്പരം ഒഴിഞ്ഞു മാറുന്ന സന്ദർഭം, അവർ നേർക്ക് നേരെ ശിക്ഷ കാണുന്ന സന്ദർഭത്തിൽ, അത് വല്ലാത്തൊരു സന്ദർഭമായിരിക്കും അല്ലെ? കാരണം ആരെയാണ് വിളിച്ചു പ്രാർത്ഥിച്ചത്? അവരിൽ നിന്നും ഇവർ ഒഴിഞ്ഞു മാറുകയും ഇവർ അവരിൽ നിന്നും ഒഴിഞ്ഞു മാറുകയും ചെയ്യും. പരലോകത്ത് ചെല്ലുമ്പോൾ ഈ വിളിച്ചു പ്രാർത്ഥിക്കപ്പെട്ടവർ പറയും, അള്ളാഹു ഞങ്ങൾ ഇവരോട് പറഞ്ഞിരുന്നില്ല ഞങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാനും അള്ളാഹുവിനെ കൂടുതൽ ഞങ്ങളെ സ്നേഹിക്കാനും ഒന്നും ഞങ്ങൾ ഇവരോട് പറഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞ് ഇവർ ഒഴിഞ്ഞു മാറുന്ന ആ ഒരു സന്ദർഭം. അസ്ബാബ്, അവരിൽ നിന്നും ബന്ധങ്ങൾ മുറിഞ്ഞു പോവുകയും ചെയ്യും. ഇവിടെ നല്ല ബന്ധമായിരുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ചും പലതും വാങ്ങിയും കൊടുത്തും സ്നേഹിച്ചും ഒക്കെ ഇവിടെ കഴിഞ്ഞു കൂടിയിരുന്നു. പക്ഷെ പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നരകത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. അവിടെ ചെല്ലുമ്പോൾ ഈ ബന്ധങ്ങളെല്ലാം അവസാനിക്കുന്നു, അവിടെ അസ്തമിച്ചു പോവുകയാണ്. ഇവിടെ ആരെയാണോ ഇത്തിബാഅ് ചെയ്ത് നിങ്ങൾ നരകത്തിലേക്ക് പോകാൻ കാരണമായി തീർന്നത്, അവരുമായിട്ടുള്ള മുഴുവൻ ബന്ധങ്ങളും പിൻപറ്റപ്പെട്ടവർ പിൻപറ്റിയവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ആ ഒരു സന്ദർഭം ഇവര് നേർക്ക് നേരെ കാണുന്ന ആ ഒരു സമയത്ത് ഇവരുമായിട്ടുള്ള മുഴുവൻ ബന്ധങ്ങളും അറ്റുപോകുന്നു പരലോകത്ത് വെച്ച്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? വഖാലല്ലദീന തബഉ ലൗ അന്ന ലനാ ഖറതൻ ഫനതബറഅ മിൻഹും കമാ തബറഉ മിന്നാ. അപ്പൊ പിൻപറ്റിയവർ പറയുകയും ചെയ്യും, ഞങ്ങൾക്ക് ഒരു മടക്കം ഉണ്ടായിരുന്നുവെങ്കിൽ. ഞങ്ങൾ അങ്ങനെ അറിയാണ്ട് പിൻപറ്റി പോയതാണ്. ഇവിടെ വന്നപ്പോഴോ നമുക്ക് ശരിക്കും കാര്യങ്ങൾ ബോധ്യമായി. ഇവരെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, ഇവരൊക്കെ യാതൊരു കഴിവുമില്ല, ഇവരൊക്കെ അശക്തരാണ്, ഇവരൊക്കെ നമ്മളെ പോലത്തെ മനുഷ്യന്മാരായിരുന്നു, ഇതൊക്കെ കല്ലുകളായിരുന്നു, ഇതൊക്കെ മരങ്ങളായിരുന്നു, അള്ളാഹു ഇവർക്ക് യാതൊരു കഴിവും നൽകിയിട്ടില്ല എന്നിവർക്ക് നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ കൃത്യമായി ബോധ്യപ്പെടും. അപ്പോൾ അവർ പറയും, ഞങ്ങൾക്ക് ഒരു മടക്കം ഉണ്ടായിരുന്നുവെങ്കിൽ. ലൗ അന്ന ലനാ ഖറതൻ ഫനതബറഅ മിൻഹു കമാ തബറഉ മിന്നാ. എന്നാൽ ഞങ്ങളിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറിയതുപോലെ അവരിൽ നിന്ന് ഞങ്ങളും ഒഴിഞ്ഞു മാറുമായിരുന്നു. ശരിക്കും പറഞ്ഞാല് അവിടെ ചെന്നു കഴിഞ്ഞാൽ ഒരു സഹായം ഉണ്ടാവുകയില്ല. ഇവിടെ ഇവര് വിശ്വസിച്ചു ഞങ്ങൾക്ക് ശുപാർശകരായിട്ട് നാളെ പരലോകത്ത് ഈ മഹാത്മാക്കളും ഈ മഹത്തുക്കളും ഈ അമ്പിയാക്കന്മാരും ഈ ഔലിയാക്കളും ഒക്കെ വരുമെന്ന് ഇവരിങ്ങനെ വിശ്വസിച്ചു. ആരൊക്കെയോ ഇവരെ കൊണ്ട് വിശ്വസിപ്പിക്കുകയും ചെയ്തു. പക്ഷെ പരലോകത്ത് ചെല്ലുമ്പോൾ കംപ്ലീറ്റ് ഇവരുമായിട്ടുള്ള മുഴുവൻ ബന്ധങ്ങളും ഇല്ലാതായി പോവുകയാണ്. കദാലിക യുരീഹുമുല്ലാഹു അഅമാലഹും ഹസറാത്തിൻ അലൈഹിം വമാഹും ബിഖാരിജീന മിനന്നാർ. അപ്രകാരം അവരുടെ കർമ്മങ്ങളെ അവരുടെ മേൽ ഖേദങ്ങളായി അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. കദാലിക, അപ്രകാരം, യുരീഹുമുല്ലാഹു അഅമാലഹും, അവരുടെ കർമ്മങ്ങളെ അവർക്ക് അള്ളാഹു അവൻ കാണിച്ചു കൊടുക്കുന്നതാണ്. ഹസറാത്തിൻ അലൈഹിം, അവരുടെ മേൽ ഖേദങ്ങളായി. അവർക്ക് ഉറപ്പായി ഞങ്ങൾ ചെയ്ത കർമ്മങ്ങളൊക്കെ വൃഥാവിലായിപ്പോയി, വെറുതെ ആയിപ്പോയി, പാഴായിപ്പോയി, അങ്ങനൊന്നും കർമ്മങ്ങൾ ചെയ്യാമായിരുന്നില്ല എന്ന് അവർക്ക് നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഒരു ഖേദമായിട്ട് അവർക്ക് ബോധ്യപ്പെടും. വമാഹും ബിഖാരിജീന മിനന്നാർ, അവർ നരകത്തിൽ നിന്ന് പുറത്ത് പോകുന്നവരല്ല താനും. കാരണം എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പൊറുക്കാത്ത വൻ പാപമായ ശിർക്ക് ചെയ്ത് പരലോകത്ത് എത്തിയ ആളുകളാണ്. അവർക്ക് ഒരിക്കലും നരകത്തിൽ നിന്ന് പുറത്തേക്ക് വരാനുള്ള ഒരു ചാൻസും റബ്ബ് സുബ്ഹാനഹു വ തആല കൊടുക്കില്ല. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ കഴിഞ്ഞ ആയത്തിൽ നിങ്ങൾ കേട്ടുവല്ലോ, ഈ ഭൂമിയിലുള്ള എത്രയോ ദൃഷ്ടാന്തങ്ങൾ പടച്ചതമ്പുരാൻ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തുറന്ന് കാണിച്ച് തരുന്നുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കാണുന്ന പ്രഭാതം, സൂര്യൻ ഉദിക്കുന്നത്, സൂര്യൻ അസ്തമിക്കുന്നത്, മഴ പെയ്യുന്നത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ഉടുക്കുന്ന വസ്ത്രം, നമ്മൾ കിടക്കുന്ന വീട്, എത്രയോ എത്ര അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴെങ്കിലും നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന
അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ സ്നേഹിച്ച് അവർക്ക് നേർച്ചകളും വഴിപാടുകളും ആരാധനകളും ഒക്കെ സമർപ്പിക്കുന്ന ആളുകൾ എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇവരെല്ലാം മുമ്പില്ലാത്തവരായിരുന്നു. ഇവരൊക്കെ മരണപ്പെട്ടു പോയവരാണ്. ഇവർക്ക് മുമ്പേ അള്ളാഹുവുണ്ട്. ഇവർ മരിച്ചതിന് ശേഷം അള്ളാഹുവുണ്ട്. ഇവർക്കാണ് ഇത്തരം ശക്തിയും കഴിവും ഉണ്ട് എങ്കിൽ അള്ളാഹ്ക്ക് പിന്നെ എന്താണ് നമ്മൾ കൊടുക്കുന്ന ഒരു പ്രസക്തി? നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ പിന്നെ അപകടവും ഏറ്റവും വലിയ പാപവും ഏറ്റവും വലിയ തെറ്റും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചു, ആ അള്ളാഹുവിന് പങ്കു ചേർക്കുക, ആ അള്ളാഹുവിന് സമന്മാരുണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന, നമ്മളെന്ന് പറയുന്നാല് ഇത്തരം പ്രവർത്തനം ചെയ്യുന്ന ആളുകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കുന്ന ഏറ്റവും വലിയ പാപം അതുതന്നെയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഏറ്റവും വലിയ പാപത്തെ സംബന്ധിച്ച്, അള്ളാഹു നിന്നെ സൃഷ്ടിച്ചു കൊണ്ടിരിക്കെ, അള്ളാഹു നിന്റെ സൃഷ്ടാവായിരിക്കെ, അള്ളാഹു നിന്റെ ഖാലിഖായിരിക്കെ അവനിൽ പങ്കു ചേർക്കുന്നതാണ് ഏറ്റവും വലിയ അപരാധം. ഏറ്റവും വലിയ ശിക്ഷക്ക് പാത്രീഭൂതരാകുന്ന ഒരു കാരണം അത് തന്നെയാണെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് നമ്മെ വളരെ ഭംഗിയായി അറിയിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ സ്നേഹം, നമ്മുടെ ആരാധന, നമ്മുടെ കീഴ്വണക്കം, നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ദിക്റുകൾ, നമ്മുടെ ഇബാദത്തുകൾ അതെല്ലാം നാം അർപ്പിക്കേണ്ടത് നമ്മൾ സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ മുമ്പിൽ മാത്രമായിരിക്കണം. അള്ളാഹു കഴിഞ്ഞിട്ടേ ബാക്കി എല്ലാവരും ഉള്ളൂ. അള്ളാഹുവിനെ പോലെ കഴിവും പ്രാപ്തിയും അറിവും ശക്തിയുമുള്ള ഒരു ശക്തിയും ഈ പ്രപഞ്ചത്തിലില്ല. അള്ളാഹുവിലേക്കായിരിക്കണം നമ്മുടെ തിരിഞ്ഞു നോട്ടം, നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ നേർച്ചകളും എന്ന ഒരു ഗുണപാഠമാണ് ഈ ആയത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അവനെ അറിഞ്ഞ് അവനെ ആരാധിച്ച് അവനോട് മാത്രം സഹായം ചോദിച്ച് ജീവിച്ച് മരണപ്പെട്ടു പോകുന്ന യഥാർത്ഥ ഭക്തന്മാരിൽ നമ്മെ ഏവരെയും പടച്ചവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന ളലംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുവേ, ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള പാപങ്ങളും തെറ്റുകളും വീഴ്ചകളും എല്ലാം നീ പുറത്ത് മാപ്പാക്കി തരാൻ തമ്പുരാനെ. റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.